കോന്നുകുട്ടി, വിദ്യാധരനൊരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും മെലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊടുത്തിട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്ക. ഇതൊക്കെ ഞാൻ വന്നിട്ട് പറയേ. ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ടൊന്ന് ഞങ്ങൾ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു, കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോഴാ വിശേഷം അറിയണ. അവളവിടെ വലിയ വിഷമത്തിലാ. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി. അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി. ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു. എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ 2 ആളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നടോ. ടൂർ സർക്കാരിന്റെ ആണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. ഗഡി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവനതൊന്നും ഇല്ലേ? നിനക്കെന്താടാ ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നൂല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് പരോളി പോണെന്ന് തോന്നാൻ? സരോജിനി പറഞ്ഞിട്ടാ? മോളെ കാണണം. അത് ശരി. എടാ കഷ്ടി ഇനി 1 മാസമേയുള്ളൂ. പരോളിന് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ഓർഡറായി വരുമ്പോഴേക്കും നീ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ 1 മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലടാ. സൂപ്രണ്ട് എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ.
എന്താ എന്താടോ എടോ വിദ്യാര എന്റെ മോള് എടോ താൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഭാര്യയും 2 പെൺകുട്ടികളും ചാവാൻ കിടക്കുന്ന ഒരമ്മയും. എനിക്കിനി 4 കൊല്ലം കൂടെ കഴിയണം. 2-3 ആഴ്ച കഴിഞ്ഞാൽ താൻ ഇറങ്ങല്ലേ. പിന്നെ മോളുടെ കൂടെ തന്നെ ജീവിക്കാമല്ലോ. പണ്ടാറടങ്ങാൻ ബാക്കിയുള്ളവർ ഉറക്കൂല. എന്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതി എനിക്ക്. കിടന്നോ കിടന്നോ. നമസ്കാരം സാർ. അല്ല, തോരണങ്ങൾക്ക് ഇത് മതിയോ? കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് സാർ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണോ പഴയതൊക്കെ എടുത്ത് കെട്ടുക? എടോ, ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എന്താ? ഈ ഒരുക്കങ്ങൾ ഏർപ്പാടുകളൊക്കെ അല്ലേ? അല്ലേ ഗോവിന്ദ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കടലാസ് വേണ്ടി വരും സാർ. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കിട്ടിയിരിക്കും. അല്ല, നാടകം എന്തായി? റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ആന്റപ്പനാ പെൺവേഷം. അപ്പോ നായികയ്ക്ക് നല്ല മസിലുണ്ടാവുമല്ലോ. സൂപ്രണ്ടിന് തലയ്ക്ക് വെളിവില്ലെന്നേ. ജയിലിൽ എന്തൊരു സ്വാതന്ത്ര്യദിനം, വെറുതെ കാശുകളെ. ഇൻമേറ്റ്സിന് ഒരു രസം. ഓ പിന്നെ തടവുകാരെ രസിപ്പിക്കാനല്ലേ ജയില്. നാടകത്തിന്റെ റിഹേഴ്സൽ നന്നായിട്ടുണ്ട്. ഇതിന്റെ പേര് തോന്നി മതി മതി, എല്ലാവരും പോയി കുളിക്കേ. ആ വല്ലതും പറ്റിയ ഇല്ല. വാടേ വാടേ.
വെയില് തെളിഞ്ഞു. നീ ഇത് കേക്കണില്ലേ? എന്റെ മോൻ എത്ര നന്നായിട്ടാ വായിക്കണേ. വായന കേട്ടിരുന്നാലേ ഏട്ടരുടെ വണ്ടി പോകും. ഇന്ന് പട്ടിണിയാവും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ണില്ലാത്ത നീ എങ്ങനെയാടി ഇത്ര കൃത്യമായിട്ട് സമയം നോക്കണേ? അതിന് കണ്ണെന്തിനാ? വെയില് മേല് വീഴുമ്പോ അറിയില്ലേ സമയം? മോളു, സന്ധ്യക്ക് ബാപ്പു വരുന്നവരെ നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂട്ടോ. പുറത്തേക്കൊന്നും പോവരുത്. ഈ കുന്നിന്റെ ചോട്ടിലേ കുറുക്കന്മാര് ധാരാളം ഉണ്ടേ. സൂക്ഷിക്കണോട്ടോ. പുറത്തേക്കൊന്നും പോവല്ലേ. ബാബു പേടിക്കാണ്ട് പോയിക്കോളൂ. ഇവിടെ ബില്ലേ സീതൊക്കെ ഇല്ലേ? നീ തിന്നാനുള്ളതൊക്കെ ബില്ലേക്ക് കൊടുത്തിട്ടേ പട്ടിണി ഇരിക്കരുത് കേട്ടോ. മീനു, വെയിലത്തൊന്നും പോരുത് കേട്ടോ. എന്റെ കുട്ടി വാടി കരിഞ്ഞു പോവും. അയ്യോ ചരക്ക് കരളേ, നീ ഇന്ന് എന്റെ സെല്ലില് എന്റെ പൊന്നെ കണ്ടിട്ടില്ലേ? വാടവിടെ. ഇങ്ങോട്ട് കേറുന്നില്ലടാ. എന്താടാ അവിടെ ഇടപാട്? ഞാൻ ഒരു പൂമ്പാറ്റ. പൂമ്പാറ്റ. ഒരു ദിവസം ഈ പൂതക്കണ്ണാടി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഏത് നേരവും കണ്ട പാറ്റായും ചെതലിനെ നോക്കി നടക്കും. ഞാൻ അവസാനിപ്പിച്ചരാ. മറ്റാർക്കും ഇല്ലാത്ത സൗകര്യങ്ങളും നിനക്ക്. പൂപ്പണ്ടയാണെന്ന് കാണട്ടെ. പോടാ.
ആരാ ആരാത് ആരാന്നാ ചോദിച്ചേ മോളെ മീനു എന്താ ബാപ്പു? ആരാ വന്നത്? ആരുമില്ലല്ലോ. ഏയ് ആരോ വന്നു. കാലൊച്ച ഞാൻ കേട്ടല്ലോ. മോളൊന്ന് നോക്കിയേ. ആരാ? അന്യന്മാരാരോ വന്നു ഇവിടെ. എപ്പോ? ഇപ്പോ കാലൊച്ച ഞാൻ കേട്ടു. ഞാൻ ബോധം കിട്ട് ഉറങ്ങിപ്പോയി. നല്ല രാവ് മുഴുവൻ ഉറങ്ങില്ലല്ലോ. ഇനി നമ്മൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. പേടിക്കണം. കുട്ടി വലുതായേ. ആര് വന്നു ഈ ബാപ്പു പറയണേ? മീനു മീനു ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. ബാപ്പുന് തോന്നിയതാ. തോന്നിയതൊന്നുമല്ല. ബില്ല് കുറച്ചല്ലോ. സീതയെ ഒച്ചുണ്ടാക്കി. അത് വിശന്നിട്ടായിരിക്കും. ഉച്ച കഴിഞ്ഞില്ലേ? ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അവർക്ക്. എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാവല്ലേ. അല്ലാ. നാട്ടിൽ പോവാറായപ്പോ ഉറക്കം വരുന്നില്ലല്ലേ? കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്നിട്ട് പണിയുള്ളതാ. സ്നേഹമുള്ള സരോജത്തിന് ഉറക്കം വായിക്കട്ടെ? വായിക്കണം സാർ, കേക്കട്ടെ. വേണ്ട, അവൻ നിന്ന് ചൂടുന്ന കണ്ടില്ലേ? PT സതീശൻ, കുമാരി ധന്യ, KV ഗംഗാരൻ നായർ, തോമസ് കുട്ടി, ശ്രീദേവി, ഹംസക്കോയ, PT തങ്കച്ചൻ, സത്യഭാമ, കുഞ്ഞിക്കണ്ണൻ, ജാനകിയമ്മ, റഷീദ് VP. ഇന്നുമില്ലല്ലോ സരോജിനി. നീ ഇങ്ങനെ എന്നും വന്ന് കാത്തു നിൽക്കണ്ട. കത്ത് വന്നാ ഞാനോട് കൊണ്ടു തരും. രണ്ടും കൂടെ ഉണ്ട്. സരോജിനി, കത്തുണ്ട്. സ്നേഹമുള്ള സരോജിത്തിന് എന്റെ ശിക്ഷയുടെ സമയം കഴിയാറായി. 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു പോകാനുള്ള ഓർഡർ വരുമെന്ന് സൂപ്രണ്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സരോജം അടുത്ത ഞായറാഴ്ച വരണം. വരുമ്പോൾ നമ്മുടെ മോളെയും കൊണ്ടുവരണം. അവളോട് പറയണം ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് മാലയിടാം. നാട്ടിലെത്തിയാൽ തടസ്സം പറയാനും എതിർക്കാനും പലരും ഉണ്ടാവും. അതുകൊണ്ട് ചടങ്ങ് ഇവിടെ വെച്ച് നടത്താം. ഇനിയെല്ലാം നേരിൽ. മോളെ കൂട്ടാൻ ഉപേക്ഷ വിചാരിക്കരുത്. സ്വന്തം മണിയേറ്റ്.
ഇല്ലേ? ഏയ് നിന്നെ വളർത്തു. എന്താണ്? എന്ത് പറ്റി? കരയാതെ കാര്യം പറ. എന്താണോ? അസുഖം വല്ലതും ഉണ്ടോ? മിണ്ടണില്ലല്ലോ. സംസാരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോവാ. പറോള് കഴിഞ്ഞ് വന്നപ്പോ നീ ഒന്ന് ഉടഞ്ഞല്ലോടാ. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞിട്ട് നിർത്താനല്ലേ പറഞ്ഞത്? രക്ഷിക്കണം സാറേ, അവളെ രക്ഷിക്കണം സാറേ. എന്താടോ? എന്താ സംഭവിച്ചത്? സാർ ഒരു കാരണമില്ല സാർ. പെട്ടെന്ന് തന്നെ അച്ചാരം മുച്ചാരം അടിച്ചു. ഇയാൾക്ക് ഭ്രാന്താണ് സാർ. നിനക്കാണോ ഭ്രാന്ത്? നിന്നെ കൊല്ലണം. നീ ഇതെന്താ സാറേ, ആ പെൺകുട്ടി ഇത്ര ഇല്ലാത്തന്റെ മോളെ കടിച്ചു കീറി ചെന്നിട്ട് ചെന്നായ നായിന്റെ മോൻ പാവന്റെ കുട്ടി കത്തിച്ചാമ്പലാവണതിന് മുമ്പ് അവളെ രക്ഷിക്കണം സാറേ. കുട്ടിയോ? ഏത് കുട്ടി? അറിയില്ലല്ലടാ, ഒരു മാൻകുട്ടിനെ പോലെ കടിച്ചു കീറി തന്നിട്ടും. നീ ഏത് കുട്ടിയുടെ കാര്യം പറയുന്നത്? നമ്മുടെ അപ്പുറത്ത് കണ്ണില്ലാത്ത ആളൊരു കുട്ടിയില്ലേ, ഒരു സുന്ദരി കുട്ടി, മീനു. എന്നിട്ട് ആ കുന്നിനെ തീയിട്ടു. എവിടെ? ഏത് കുന്ന്? ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം. കേട്ടോ, ഫോട്ടോ ഉണ്ടോ? കേട്ടോ, നോക്ക്. പാവം, അയാള് കരയ്യ. ഒരു കാര്യത്തിൽ കേൾക്കണില്ലേ സാറ്? നോക്ക്. എന്താ സാറേ ഒന്നും മിണ്ടാത്തെ? ഇപ്പൊ കത്തിത്തീരും, രക്ഷിക്കണം സാറേ. സാർ നോക്ക്, ശരിക്കും കാണണമെങ്കിൽ എന്റെ ഐലൻസ് വെച്ചു. എവിടെയാ അത്? അതെവിടെയോ വീണ് പോയല്ലോ. അതെവിടെയോ പോയി. എന്റെ ലെൻസ് എടുത്തിട്ട് വരാൻ പറയും സാറേ. എന്താ എല്ലാരും മേടിച്ചു നിൽക്കണേ? പോയി ലെൻസ് എടുത്തിട്ട് വാ, എന്നിട്ട് കാണാ രസമുള്ള കാഴ്ച. എല്ലാരും കാണുക. കാര്യങ്ങൾ കേട്ടോ സാറ്? കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്. ഇനി കാണണം. നോക്ക്, ഐലൻഡ്സിലേയും കുറേശ്ശെ കാണാം. നോക്ക് സാറേ. നമുക്കാദ്യം ഐലൻഡ്സ് എവിടെ പോയെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ഒന്ന് നോക്കാം. എന്താ? ശരിയാ, ഐലൻഡ്സ് വേണം.
അതുണ്ടെങ്കിലേ ശരിയാവും. എല്ലാരും തരേ ഇന്നലെ കിട്ടൂ. എവിടെയാ പോയത്? ഐലൻഡ്സ് എവിടെയാ പോയത്? ഐലൻഡ്സ് കണ്ടോ? ഐലൻഡ്സ് കണ്ടോ? മിനിയമ്മേ, ഇനി എന്റെ കുട്ടിയുടെ പേടി മാറിയില്ലേ? ഇനി അമ്മാമാർക്കോ പോലീസിനോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ വരില്ലേ? അച്ഛന്റെ കൂടെ മോള് പോയാ ആർക്കാ തടയാൻ പറ്റാ? വാ. ഒരുതരം സ്കീസോഫ്രീനി തന്നെയാ. സാധാരണ വിഷ്വൽ ഹാലൂസിനേഷൻസ് പറയാം. ഇയാൾക്കിത് വളരെ നേരത്തെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ കേസിലൊന്നും പരിഗണിച്ചിരുന്നില്ല അല്ലേ? വിദ്യാധരൻ നായർ, വീട്ടിൽ പോണ്ടേ? കൊണ്ടുപോകാൻ ആരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. നമ്മുടെ മോള് മനസ്സിലായില്ലേ? ശ്രീകുട്ടി എന്നോട് മോളെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട് ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാ?